ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഒരു ബേക്കറി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഉദ്ഘാടനം അവിടെ നടന്നിരിക്കുകയാണ്. ദൈവത്തോട് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ആൾക്കാരൊക്കെ അവിടെ കൂടി വരികയാണ്. അത് ഈ തങ്കച്ചൻ പറഞ്ഞതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നത്. അപ്പം മോളെ ഇനി ഞാൻ പ്രസംഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തങ്കച്ചനാണെങ്കിൽ ചുമ്മാ എല്ലാവരുടെയും മുന്നിൽ നല്ലൊരു ബേക്കറി തുടങ്ങിയിരിക്കുകയാണ്. ഒരു പാലക്കാടൻ സ്വീറ്റ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഇത് മേടിച്ചിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. അങ്ങനെ ചിലരൊക്കെ 2-3 മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാണ്. പക്ഷേ ശ്രുതിയും അതേപോലെ തന്നെ രാധയും വിചാരിച്ചതുപോലെ വലിയ കച്ചവടമൊന്നും അവിടെ നടന്നില്ല. അവർക്ക് ഭയങ്കര സങ്കടമായി പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ ഈ തങ്കച്ചൻ പറഞ്ഞ ആ ഓർഡർ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ പ്രീതിയും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. പക്ഷെ ബാക്കി പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടിയും വരുന്നുണ്ട്. അപ്പം നിങ്ങളേതായാലും സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ദേ അറിഞ്ഞറിഞ്ഞ് ആൾക്കാരിവിടെ എത്തിക്കോളും, അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യമില്ല എന്നവിടെ പറയുകയാണ്. നിങ്ങൾ കൂടുതൽ വാചകം അടിക്കാതെ പോകുന്ന രാധയും പറയുകയാണ്. അങ്ങനെ തങ്കച്ചൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ ശ്രുതി നേരെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഒരു ഈച്ച പോലും വരുന്നില്ല. അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു വായ നോക്കി അങ്ങോട്ട് കയറി വരുന്നത്. അയാൾ വന്നതും എന്താണ് വേണ്ടത്, ജിലേബിയാണോ ലഡു ആണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ ഇയാളാണെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാതെ ശ്രുതിയെയും പ്രീതിയെയും മാറി മാറി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, വായ നോക്കി നിൽക്കുകയാണ്. പക്ഷേ ശ്രുതിക്കും പ്രീതിക്കും അതൊന്നും മനസ്സിലായില്ല. അപ്പോൾ രാധയ്ക്കത് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ രാധ നിങ്ങൾ എന്താ നോക്കി, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നല്ലേ ചോദിച്ചത്, ഓരോ വായ നോക്കികൾ ഇങ്ങോട്ട് വന്നോളും, താ വായ നോക്കാനാണോ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി അമ്മായി ഒന്നും മിണ്ടാതിരിക്കുക അമ്മായി, ഇയാളെ സാധനങ്ങൾ മേടിക്കാൻ വന്നതല്ല, ചേട്ടൻ എന്താ വേണ്ടത്, ജിലേബി ലഡു വേണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എനിക്കൊന്നും വേണ്ട, ഞാൻ ഈ കടയൊക്കെ ഒന്ന് ചുറ്റി നോക്കാൻ വേണ്ടി വന്നതാണ്, അല്ലാതെ ഞാൻ വേറൊന്നിനു വേണ്ടി വന്നില്ല. ഇത് കേട്ട് അമ്മായിക്ക് കലി വന്നിട്ട് എന്താ താൻ പറഞ്ഞത്, ഈ വീട് ചുറ്റി നോക്കാൻ വേണ്ടി വന്നെന്നോ, കട ചുറ്റി നോക്കാൻ വേണ്ടി വന്നെന്നോ, ദേ എൻ്റെ വാലികണമെല്ലാം കേൾക്കണ്ട, ഇറങ്ങി പോടോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ നാണം കെട്ട് ഇറങ്ങി പോവുകയും ചെയ്യാണ്. ദേ ശ്രുതി, നമ്മൾ ഈ ചെയ്തത് അബദ്ധമായെന്ന് എനിക്ക് തോന്നുന്നത്, ഒരാൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കുറച്ച് പിള്ളേർ ആ വഴി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ പിള്ളേരാണെങ്കിൽ സ്വീറ്റ്സ് കട കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി കണ്ടു കഴിഞ്ഞ് മക്കളെ ഇങ്ങോട്ട് വന്നേ, നിങ്ങളെ തന്നെ ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്. അങ്ങനെ ആ പിള്ളേർ നേരെ അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. നിങ്ങൾക്ക് എന്താ വേണ്ടത്, ജിലേബിയാണോ ലഡു ആണോ വേണ്ടത്? ഞങ്ങൾക്കൊന്നും വേണ്ട. മോൾക്ക് എന്താ വേണ്ടത്, ജിലേബി വേണോ ലഡു വേണോ? എനിക്ക് ലഡു മതി ആൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി എടുത്തൊരു ലഡു കൊടുക്കുകയാണ്. ബാക്കിയുള്ള പിള്ളേരോടും ചോദിക്കണം, അവർക്ക് ഓരോ സ്വീറ്റ്സുകളൊക്കെ കൊടുത്തിട്ട് നിങ്ങളിനി പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുവന്ന രാധയ്ക്ക് കാലി വന്നിട്ട് ശ്രുതി നീ എന്താ കാണിക്കുന്നത്, ഈ സ്വീറ്റ്സുകളെല്ലാം പിള്ളേർക്ക് ദാനം ചെയ്യുകയാണോ, അല്ലെങ്കിലേ ഇവിടെ ഈച്ച അടിച്ചിരിക്കുകയാണ്, ആ സമയത്ത് നീ പലഹാരങ്ങളെല്ലാം ദാനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കുത്തുവാളെടുക്കും. അയ്യോ സാരമില്ല അമ്മായി, അത് പിള്ളേരല്ലേ, ആ പിള്ളേർക്ക് കുറച്ച് സ്വീറ്റ്സ് കൊടുത്തെന്ന് വിചാരിച്ച് ഇവിടെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കൃഷ്ണ, ഇനി എവിടെ പോയി അവസാനിക്കുകയോ ആവോ എന്നും പറഞ്ഞുകൊണ്ട് രാധ ഭയങ്കര കുണുകുണാന്ന് പറയുകയാണ്. അപ്പോൾ കുറേ നേരം നോക്കിയിട്ടും ആരും വരുന്നില്ല. ആകെ സങ്കടമായി നിൽക്കുകയാണ് നമ്മുടെ ശ്രുതിക്ക്. പിന്നീട് കാണിക്കുന്നത് ലാവണ്യയും അതേപോലെ തന്നെ മനോരമയും കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. പറഞ്ഞ കറികളെല്ലാം ഉണ്ടാക്കിയിട്ട് മേശപ്പുറത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി എല്ലാവരും വരട്ടെ. ഇപ്പം എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഞ്ജലി പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ, കറി കണ്ടിട്ട് തന്നെ അടിപൊളിയാണല്ലോ, ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ കറിയെല്ലാം ലാവണ്യം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനോരമയാണെങ്കിൽ പിന്നെ ഉണ്ടാക്കി, പിന്നെ ലാവണ്യെക്കുറിച്ച് എന്താ വിചാരിച്ചു, ഷീസ് എ സ്മാർട്ട് ഗേൾ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങി കുറേ പൊങ്ങച്ചം പറിച്ചിട്ട്. എന്തായാലും നോക്കാം നമുക്ക്. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ലാവണ്യ ഇരിക്കുകയാണ്. അപ്പോൾ ലാവണ്യൊക്കെ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ ഇതേ മുത്തശ്ശി വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിയെ കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ അവിടെ നിന്ന് ചാടി എണീക്കുകയാണ്. മുത്തശ്ശി ഇരിക്കുകയാണ്. മുത്തശ്ശിക്ക് ലാവണ്യ പ്ലേറ്റും വെച്ച് കൊടുത്ത് ചപ്പാത്തിയും വിളമ്പി കറിയും വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഹൗസ് ഇറ്റ് മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ ലാവണ്യ. പക്ഷെ മുത്തശ്ശിയാണെങ്കിൽ ഇത് ലാവണ്യ തന്നെയാണോ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടുത്ത് വായിക്കും മനോരമ ചിരിച്ചുകൊണ്ട് തന്നെ
പിന്നെ ലാവണ്യ അല്ലാതെ ആകാശത്ത് നിന്ന് മാലാഖ ഇറങ്ങി വരില്ലല്ലോ ഈ കറികളെല്ലാം ഉണ്ടാക്കാനായിട്ട്. അങ്ങനെ ഒരു ആക്കിയ സംസാരം അവിടെ സംസാരിക്കുകയാണ് ഈ മനോരമ. ശരി, ഏതായാലും ലാവണ്യാണ് ഈ കറികളെല്ലാം ഉണ്ടാക്കിയല്ലേ? എങ്കിൽ പറ കുട്ടി, ഞാനൊരു ചോദ്യം ചോദിക്കാം. ഈ കറിയിൽ, ഈ പൊട്ടറ്റോ സ്റ്റൂവിൽ നീ എന്തെല്ലാം ചേർത്തു? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ലാവണ്യക്ക് ആകെ വെപ്രാളം തോന്നി. അപ്പം ലാവണ്യ പറയുകയാണ്, അതിൽ മുത്തശ്ശി ഉരുളക്കിഴങ്ങ് ചേർത്തു. പൊട്ടറ്റോ സ്റ്റൂവിൽ പിന്നെ ഉരുളക്കിഴങ്ങല്ലാതെ വേറൊന്നും ചേർക്കാനായിട്ട് പോകുന്നില്ലല്ലോ. ഞാൻ അതല്ല പറഞ്ഞത്, ഇതിൻ്റെ കൂട്ടുകൾ പറയാനാണ് എന്നോട് പറഞ്ഞത്. പറ ലാവണ്യ. അപ്പോൾ ലാവണ്യാണെങ്കിൽ മനോരമയെ തിരിഞ്ഞ് നോക്കിയാണ്, ആകെ ടെൻഷനായി വരികയാണ്. അത് പിന്നെ ഒണിയൻ, തേങ്ങാപ്പാൽ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓഹോ, ആണല്ലേ, അതൊക്കെ ചേർത്തല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അയ്യോ, ഇതിൽ ഗരം മസാല ചേർത്തില്ലല്ലോ. അതെന്താ ഗരം മസാല ചേർക്കാതിരുന്നത്? അപ്പോൾ ഗരം മസാല ചേർത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനോരമ, ആര് പറഞ്ഞു? ഞാൻ ഗരം മസാല ചേർത്തതാണല്ലോ. അമ്മയ്ക്ക് ആ ടേസ്റ്റ് അറിയാൻ പാടാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് ഗരം മസാല ചേർത്താണ്. അപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. മുത്തശ്ശിക്കാണെങ്കിൽ ഇച്ചിരി സഹിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അവിടെ തിരിച്ചു മറിച്ച് കുറേ കാര്യങ്ങൾ പറയുകയാണ് ഈ മനോരമ. അപ്പോൾ ശരി, പക്ഷേ കറിക്ക് രുചിയില്ല, രുചി ഒട്ടുമില്ല. ഇതെന്തൊരു കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനോരമ വീണ്ടും അബദ്ധം പറയുകയാണ്. അല്ലെങ്കിൽ ഞാനുണ്ടാക്കുന്ന കറിയൊന്നും അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ലല്ലോ, നേരത്തെ ഇഷ്ടമല്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് തന്നെ, മനോരമേ, കറിക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞത് അത് ഞാൻ വെറുതെയാ. കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അതിമനോഹരമായിട്ടുണ്ട് കറി. പക്ഷേ ഇത് ലാവണ്യ ഉണ്ടാക്കിയതല്ല എന്നുള്ള സത്യം നാവിൽ നിന്ന് പുറത്തു വരണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പം മനസ്സിലായല്ലോ, ലാവണ്യല്ല ഈ കറി ഉണ്ടാക്കിയത്, മനോരമയാണ് ഈ കറി ഉണ്ടാക്കിയതെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. ദേ ലാവണ്യ, നിനക്ക് ഈ വീട്ടിൽ താമസിക്കാനായിട്ട് യാതൊരു യോഗ്യതയില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നീ ചെയ്തില്ല. ഇതെല്ലാം ഉണ്ടാക്കിയത് മനോരമയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞാനൊരു പരീക്ഷണം നടത്തിയതല്ലേ. ഇപ്പോൾ ഇതിൽ നീ തോറ്റുപോയിരിക്കണം ലാവണ്യ. അപ്പോൾ ലാവണ്യയെ ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ മുത്തശ്ശി പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട ലാവണ്യാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയും ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ, മുത്തശ്ശി എന്താ മുത്തശ്ശി കാണിച്ചത്? ലാവണ്യയെ ഇങ്ങനെ അപമാനിക്കണ്ടായിരുന്നു. ഞാനല്ലേ ലാവണ്യെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ലാവണ്യയെ ഇങ്ങനെ അപമാനിച്ച് വിടാനായിട്ട് മുത്തശ്ശിക്ക് ഒരു ചമ്മലുമില്ലേ? ഞാൻ അപമാനിച്ച് വിട്ടതല്ലല്ലോ. ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് അല്ലേ ഞാൻ പറഞ്ഞത്. അവളോട് ചെറിയൊരു കുക്കിംഗ് ചെയ്യാൻ പറഞ്ഞു, അവളത് ചെയ്തില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ ഉരുണ്ട് കളിച്ച് കള്ളത്തരം പറയാൻ തുടങ്ങി. ദേ മുത്തശ്ശി ഇങ്ങനെ കിടന്ന് പെരുമാറുകയാണെങ്കിൽ എനിക്കും ലാവണ്യയ്ക്കും കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ പറഞ്ഞത്? അങ്ങനെ മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ കുഞ്ഞൻ അത് പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നിക്കണം. അങ്ങനെ കുഞ്ഞനോട് നിന്ന് എണീറ്റ് പോവുകയും ചെയ്യുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടത്തൊരവസ്ഥ. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയും പ്രീതിയും അതേപോലെ തന്നെ രാധയും രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെത്തി. കുറേ പലഹാരങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ രാധ അവിടെ ഇരുന്നിട്ട്, എൻ്റെ കൃഷ്ണ നോക്കിക്കണ്ട്, ഇതെല്ലാം ബാക്കിയാണ്. കച്ചവടം പൊടി പൊടിക്കും, ആൾക്കാർ കുന്നുകൂടും എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ഈ കച്ചവടം തുടങ്ങിയത്. എന്നിട്ട് ഇപ്പം എന്തായി? ഒരു കാര്യവും നടന്നില്ല. ശ്രുതി, നമ്മൾ ചെയ്തത് മുഴുവൻ തെറ്റായി പോയിട്ടോ? ഇല്ല അമ്മായി, ആദ്യത്തെ ദിവസമല്ലേ, ആൾക്കാരും കേട്ടു അറിഞ്ഞൊക്കെ വരണ്ടേ. പിന്നെ കേട്ടു അറിഞ്ഞും വരാനായിട്ടത് ബീച്ചല്ലേ, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മായി പോവുകയാണ് അവിടെ ദേഷ്യം കിട്ടുക. അപ്പോഴേക്കും ഈ തങ്കച്ചൻ ചേട്ടൻ വരികയാണ്. അപ്പം തങ്കച്ചൻ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്തായി മോളെ, ദേ ഇന്ന് ഏതായാലും കച്ചവടം നടന്നില്ലെന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ആദ്യത്തെ ദിവസമല്ലേ, ആദ്യത്തെ ദിവസം തന്നെ ആൾക്കാർ കുന്നുകൂടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ആൾക്കാർ അറിയട്ടെ ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്നും അവിടെ സ്വീറ്റ്സ് നല്ല അടിപൊളി സ്വീറ്റ്സ് ആണെന്നും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആൾക്കാർ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും. പിന്നെ ഈ തങ്കച്ചൻ അങ്കിള് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഏത് കാര്യത്തിനും സപ്പോർട്ടായിട്ട് എപ്പോഴും ഉണ്ടാകും. പിന്നെ അമ്മായിക്കുള്ള ദേഷ്യം, അത് സാരമില്ലെന്നേ, കച്ചവടമൊന്നും നടന്നില്ലല്ലോ, അതുകൊണ്ടുള്ള ദേഷ്യമാണ്. ഞാനിപ്പോൾ ഏതായാലും നാളെ ഒരുമ്പിട്ടിറങ്ങാനായിട്ട് പോവുകയാണ്. എന്നിട്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട് പോവുകയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാവുമല്ലോ. അപ്പോൾ ആൾക്കാർ കേട്ടും അറിഞ്ഞും
ഒക്കെ വരും. അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഇനി മക്കൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഇറങ്ങിയെന്ന് അമ്മായിയോട് പറഞ്ഞേരേ, അമ്മായിക്ക് ദേഷ്യമാണെന്നൊക്കെ അറിയാം, അത് പതിയെ പതിയെ മാറിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഇയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും പ്രീതിയാണെങ്കിൽ ഈ തങ്കച്ചൻ ചേട്ടൻ നമുക്കൊരു പാരയായിക്കോ ശ്രുതി, ഏയ് പാരയെന്നാവൂലെന്നേ, കുറച്ച് വാചകടി കൂടുതലാണ്, പിന്നെ ആള് പാവമാണെന്നേ, നമുക്ക് മനസ്സിലാക്കുന്നതല്ലേ ഉള്ളൂ. ഇനി പലഹാരങ്ങളെല്ലാം കൊണ്ട് വെക്കാം. അങ്ങനെ നമ്മുടെ രാധയും അതേപോലെ തന്നെ പ്രീതിയും കൂടി ഇങ്ങനെ സംസാരിക്കണം. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയാണല്ലോ. കണ്ടില്ലേ, ഒരു കച്ചവടം നടന്നില്ല. ദേ കണക്ക് കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും 1500 രൂപ അവർക്ക് നഷ്ടം വന്നിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രാധയുടെ കിളി പോയൊരവസ്ഥ. അപ്പോൾ ശ്രുതി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോട് ചോദിക്കണം, ശ്രുതി നീ എന്ത് ഭാവിച്ചാണ്? അപ്പോൾ പ്രീതി പറയുകയാണ്, മോളെ നമ്മളിത് ചെയ്തത് അബദ്ധമായി പോയോ? എന്ത് അബദ്ധം ചേച്ചി? ഒരബദ്ധവും ഇല്ല. തുടക്കത്തിൽ തന്നെ നമുക്ക് നല്ല കച്ചവടം കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ സാധിക്കില്ലല്ലോ. നീ എന്താ പറയുന്നത് ശ്രുതി? ഇപ്പം തന്നെ 1300 രൂപ നമുക്ക് നഷ്ടമാണ്. നീ ആ പിള്ളേർക്കൊക്കെ കൊണ്ട് ഒരുപാട് വിളമ്പി കൊടുത്തല്ലോ. അമ്മായി, അതുകൊണ്ടൊന്നും അല്ല നമുക്ക് നഷ്ടം സംഭവിച്ചത്. ഈ പിള്ളേർക്ക് കുറച്ച് കൊടുത്തെന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അമ്മായി അതും പറഞ്ഞ് വെറുതെ ടെൻഷൻ ആവണ്ട, നടക്കുമെന്നേ. കച്ചവടം അതിഗംഭീരമായിട്ട് തന്നെ നടക്കും. ആൾക്കാരൊക്കെ കേട്ടറിഞ്ഞൊക്കെ വരട്ടെ. അതിനുശേഷമേ പിന്നെ ആ പിള്ളേർക്ക് ഞാൻ സ്വീറ്റ്സ് എല്ലാം കൊടുത്തത്, അവർ പറയും എല്ലാവരോടും അവിടുത്തെ സ്വീറ്റ്സ് അടിപൊളിയാണെന്ന്. അങ്ങനെ അടിപൊളിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും സ്വീറ്റ്സ് മേടിക്കാനായിട്ട് ഓർഡർ കിട്ടാതിരിക്കുമോ? ഇല്ല, എല്ലാവർക്കും നല്ല നല്ല പലഹാരങ്ങളോടല്ലേ താല്പര്യം. അപ്പോൾ അതിനെ തുടർന്ന് എല്ലാവരും വന്നോളും. അമ്മായി സങ്കടപ്പെടലമ്മായി, ഞാൻ പറഞ്ഞ സത്യം അമ്മായി. ദേ അമ്മായിക്ക് ഈ സുധിയെ വിശ്വാസമില്ലേ? നമ്മളുടെ കച്ചവടം അടിപൊളിയാവുന്നത് അമ്മായിയുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. നമ്മൾ അതേപോലെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധയെ സോപ്പിടുകയാണ് ഈ ശ്രുതി. എന്നിട്ട് രാധയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ്, അതേപോലെ തന്നെ പ്രീതിക്ക് ഉമ്മ കൊടുക്കുകയാണ്. ആ ഒരു ഉമ്മയിൽ തന്നെ എല്ലാം സോൾവ് ആയെന്നൊരു രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ലാവണ്യാണ്. അപ്പം ലാവണ്യാണെങ്കിൽ ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുകയാണ്. മുത്തശ്ശി എല്ലാവരുടെ മുന്നിൽ അങ്ങനെ അപമാനിച്ചല്ലോ, എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാൻ വരെയും പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞൻ വന്നിട്ട് ലാവണ്യ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ ലാവണ്യ അങ്ങോട്ട് ചെന്നിട്ട്, ഇത് എന്താടാ സാറേ, ദേ നിൻ്റെ മുത്തശ്ശി എന്നെ ഒരുപാട് അപമാനിച്ച് കണ്ടില്ലേ, ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ, മുത്തശ്ശി അങ്ങനെയാണ്, മുഖത്തടിച്ചതുപോലെ സംസാരിക്കും. എൻ്റെ സ്വഭാവം നിനക്കറിയാലോ, ഞാൻ വളരെയേറെ സെൻസിറ്റീവാണ്. നോക്കിക്കണ്ടേ, ഞാനിന്ന് കുക്ക് ചെയ്ത് എൻ്റെ മുഖമൊക്കെ വല്ലാതെ, എൻ്റെ ഐ മേക്കപ്പ് ഒക്കെ കലർന്ന് ആകെ തരിപ്പണായിപ്പോയി. ഞാൻ എന്തുമാത്രം കരഞ്ഞെന്നറിയാവോ? ഞാൻ ഇത്രയൊക്കെ കുക്കിങ്ങിൽ ആത്മാർത്ഥത കാണിച്ചിട്ട് നിൻ്റെ മുത്തശ്ശിക്ക് എന്നെ തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്നെ കുറ്റം പറയുകയല്ലേ ചെയ്ത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കുഞ്ഞനാണെങ്കിൽ ആകെ ചിരിയും സഹിക്കാൻ പറ്റുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.